വല്ലപ്പുഴ സ്നേഹഭവനം റീഹാബിലിറ്റേഷൻ ബഡ്സ് സ്കൂളിന് ഫ്രിഡ്ജ് കൈമാറി. എരവത്ര പ്രവാസി കൂട്ടായ്മയാണ് ഫ്രിഡ്ജ് നൽകിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് വല്ലപ്പുഴ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് ബഹുമാന്യനായ MLA-യുടെ ഒക്കെ നേതൃത്വത്തിലും പഞ്ചായത്തിന്റെ ദൈനംദിന മോണിറ്ററിംഗിലും ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോ പലതരത്തിലുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായി അല്ലാതെയും ഒക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പലരും പലതരത്തിലുള്ള സ്പോൺസർഷിപ്പുകളും ചെയ്യാറുണ്ട്. കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കുട്ടികളോടൊപ്പം നിർത്തി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി പലരും പല രീതിയിൽ നമ്മളെ കുട്ടികളോടൊപ്പം നിന്ന് ഭക്ഷണമാവട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് അധ്യക്ഷത വഹിച്ചു. എരുവത്ര പ്രവാസി കൂട്ടായ്മ പ്രതിയും കുലുക്കല്ലൂർ പഞ്ചായത്ത് മെമ്പറുമായ കുഞ്ഞി മുഹമ്മദ്, കാളിമടത്തിൽ എന്നിവരും സന്നിധരായി. സ്വാലിഹ്, ഷമീറ അഷ്റഫ്, വല്ലപ്പുഴ സ്നേഹഭവനം ബഡ്സ് സ്കൂൾ ടീച്ചേഴ്സ്, കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു. NC വിനൂസ്, തൃത്താല. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.